ഹലോ നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ എവരി വൺ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഹൗ ടു മേക്ക് എ വിഷൻ ബോർഡ് ഫോർ 2025. സോ ഫസ്റ്റ് നമ്മൾ കാണിച്ച പോലെ നമുക്കൊരു ബേസിക് ഗോൾസ് എന്താണെന്നുള്ളത്, അതായത് നമുക്ക് ഈ 2025 എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ഗോൾസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരെ പിന്നിൻട്രസ്റ്റിൽ പോവുക. അതിന് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് എസ്തെറ്റിക്സ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഫിറ്റ്നസ് ആണെങ്കിൽ ഫിറ്റ്നസ്സിന് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കുറേ നല്ല പിക്ചേഴ്സ് കിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങളായിട്ട് മാച്ചായി പോകുന്ന പിക്ചർ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ട്രാവൽ നിങ്ങളുടെ ഡ്രീം ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ കുറച്ച് കോട്ട്സ്, പിന്നെ ഒരു 2025 ലോഗോ, അങ്ങനെ കുറച്ച് പിക്ചേഴ്സൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോട്ട്സ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലീൻ ഫുഡ് എന്ന് വെച്ചാൽ എനിക്ക് 2025 ക്ലീൻ ഫുഡ്, മോസ്റ്റ്ലി ഹോംലി കുക്ക്ഡ് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ അത് ഞാനൊരു ഗോളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരും പോലെ ഫിറ്റ്നസ് ഒരു ഗോളാണ്, അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ പിക്ചറും നമുക്ക് കിട്ടും. നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് എസ്തെറ്റിക്കിനും കൂടെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ യൂഷ്വലി വരുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല പിക്ചേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പീസ് ഓഫ് ക്യാൻവാസ് ബോർഡിലോ അല്ലെങ്കിൽ ഫോം ബോർഡിലോ കാർഡ് ബോർഡിലോ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈവൻ നമുക്ക് നമ്മുടെ ഡയറിയിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 ടൈപ്പ് കാണിക്കുന്നുണ്ട്. ഒന്ന്, രണ്ടും ക്യാൻവേ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ക്യാൻവയിലേക്ക് നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത പിക്ചേഴ്സൊക്കെ ഞാനൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് പേജ് സൈസ് എടുത്തിരിക്കുന്നത് A4 ആണ്, ബിക്കോസ് എൻ്റെ A4 പ്രിൻ്ററാണുള്ളത്. അപ്പോൾ ഞാൻ A4 പ്രിൻ്റർ എടുത്തിട്ട് പേപ്പർ എടുത്തിട്ട് ഞാൻ അതിലേക്ക് എനിക്ക് എങ്ങനെയാണോ പിക്ചേഴ്സ് വേണ്ടത് ആ ഒരു ഫോമാറ്റിൽ ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എവിടെയാണോ വേണ്ടത് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിതുപോലെ എവിടെയെങ്കിലും റാൻഡമായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി. അങ്ങനെയാണ് ഞാൻ ശരിക്കും ചെയ്തത്. ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം. പിന്നെ അനദർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സെറ്റായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് നമുക്ക് കിട്ടും. അത് നമ്മൾ വിഷൻ ബോർഡിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ ഇമേജസ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തുള്ള ഇമേജസിനെ റീപ്ലേസ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി അതവിടെ വന്നോളും. അപ്പോൾ നമുക്ക് എത്ര പിക്ചേഴ്സ് ഉണ്ടോ അതുപോലെ നമുക്ക് അത്ര പിക്ചേഴ്സ് വരുന്ന ഒരു ടെംപ്ലേറ്റ് എടുത്താൽ മതി. അപ്പം ക്യാൻവ പ്രോ ഉള്ളവർക്കാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് കുറച്ചും കൂടി ഉണ്ടാവും. അല്ലാത്തവർക്കും അത്യാവശ്യം നമുക്ക് കിട്ടുന്ന പോലെ ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ നമുക്ക് PDF പ്രിൻ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം. അങ്ങനെ വൺസ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പം ഇതുപോലത്തെ ഒരു PDFിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. നമുക്കത് വന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഇതുപോലെ 3 പേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ 3 പേജ് ഞാൻ എല്ലാ പിക്ചറും ഒട്ടിക്കുന്നില്ല, പക്ഷെ ഞാൻ ഒരെണ്ണത്തിൽ തന്നെ വെറൈറ്റി ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെ 3 പേജ് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഗ്ലോസി പേപ്പറാണ്, A4 സൈസിലെ ഗ്ലോസി പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഐ തിങ്ക് 150 GSM അങ്ങനെ എന്തോ ആണ് ആ പേപ്പറിന്. ഐ തിങ്ക് ഈ പേപ്പർ പർച്ചേസ് ചെയ്യാൻ ഒരു പേപ്പറിന് എന്തോ ലെസ് ദാൻ 10 rupees എന്തോ ആണ് ഈ പേപ്പറിന് ആവുന്നത്. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. എന്നിട്ട് ഞാൻ എല്ലാ പിക്ചേഴ്സും ഞാൻ റാൻഡമായിട്ടാണ് പ്ലേസ് ചെയ്തത്. എന്നിട്ട് ഞാനിങ്ങനെ കട്ട് ഔട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് എൻ്റെ കയ്യിൽ പഴയ ഒരു പൊട്ടിപ്പോയ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ഒരു ബാക്കിലുണ്ടായിരുന്ന ഒരു കാർഡ്ബോർഡ് പീസാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 2 A4 ഷീറ്റിൻ്റെ സൈസുണ്ട് വിഡ്ത്ത്. അപ്പം ഞാൻ അതിനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാനൊരു ചാർട്ട് പേപ്പർ വെച്ച് കവർ ചെയ്യുന്നുണ്ട്, കുറച്ച് ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടി. അല്ലാണ്ട് നമുക്ക് പ്ലെയിനായിട്ട് ഒട്ടിക്കുകയും ചെയ്യാം. അപ്പം ഞാനിങ്ങനെ ഇതുപോലെ ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് ചുറ്റും ഒട്ടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ടാണ് കട്ട് ചെയ്യുന്നതല്ല, ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ചുറ്റും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ട് ചാർട്ട് പേപ്പർ ജസ്റ്റ് അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് പെയിൻ്റ് അടിക്കാം.
അല്ലെങ്കിൽ ജസ്റ്റ് ഈ ചാർട്ട് പേപ്പർ അതിൻ്റെ മേലെ കട്ട് ചെയ്തിട്ട് ചുമ്മാ സ്റ്റിക്ക് ചെയ്താലും മതി. അപ്പോൾ വൺസ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിയുമ്പം ഇതുപോലെ ഒരു ക്ലീൻ ലുക്ക് നമുക്ക് കിട്ടും. എന്നിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പിക്ചേഴ്സ് ഞാനിങ്ങനെ റാൻഡമായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എവിടെയാണ് എല്ലാം കൂടി നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ, ഗ്ലൂ ചെയ്യുന്നതിന് മുന്നേ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് ഒരേ ഏരിയയിൽ വരുന്ന, അതായത് പേഴ്സണൽ ഗോൾസ് ഞാനൊരു സൈഡിൽ, പിന്നെ ഫിനാൻഷ്യൽ ഗോൾസ് ഒരു സൈഡ്, പിന്നെ റിലീജിയസ് ഗോൾസ് ഒരു സൈഡിൽ, ഞാൻ അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. സോ ദാറ്റ് ഐ നോ ലൈക്ക് വെയർ ടു ഫോക്കസ് ഓൺ എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. അപ്പം ഞാൻ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ റാൻഡമായിട്ട് എല്ലാം ഞാൻ പ്ലേസ് ചെയ്തിട്ട് എല്ലാം കൊള്ളുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ എക്സ്ട്രാ പിക്ചേഴ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഏതൊക്കെ എടുക്കണം ഏതൊക്കെ ആവശ്യമില്ല എന്നൊക്കെ ഡിസൈഡ് ചെയ്യാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മാക്സിമം നമുക്കിങ്ങനെ ബ്ലാങ്ക് സ്പേസ് വരാണ്ട് നോക്കുക. ബ്ലാങ്ക് സ്പേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര കാണുമ്പം അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളിങ്ങനെ ഇതുപോലെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ വൺസ് ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതുപോലെ ഓരോ പിക്ചേഴ്സ് എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഗ്ലൂ ടേപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ മെസ്സില്ലാണ്ട് എല്ലാം ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഫസ്റ്റ് റിലീജിയസ് ഗോൾസാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അത് ഗ്രൂപ്പ് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ അപ്പം ഞാൻ പിക്ചേഴ്സ് കട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇതുപോലെ ഗ്രൂപ്പ് ചെയ്ത് മാറ്റി വെച്ചിരുന്നു, അതായത് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ എനിക്ക് ഗ്ലൂ ചെയ്യാൻ നേരത്ത് ഭയങ്കര എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിക്ക് ചെയ്യാണ്. ഇത് അത്യാവശ്യം ടൈം എടുക്കും. ഈ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്യലാണ് ഇതിൽ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സ്. പക്ഷെ ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ്. ലൈക്ക് നമുക്ക് നമ്മളെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഉറപ്പിക്കുന്ന പോലെയാണ്, നമുക്കിത് ചെയ്യാൻ പറ്റും, ഇതിനു വേണ്ടി നമുക്ക് എഫേർട്ട് ഇടണം. അപ്പോൾ ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. ഞാൻ ലാസ്റ്റ് ഇയറും വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഇയർ ഞാൻ എൻ്റെ ജേർണലിൽ തന്നെയാണ് ചെയ്തത്. ഞാനിങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യൂഷ്വൽ നമ്മുടെ എല്ലാ കൊല്ലം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ജേർണലുണ്ടാവുമല്ലോ, നമ്മൾ നോർമൽ അൺഡേറ്റഡ് ജേർണൽസ് വാങ്ങിക്കുമ്പം അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അതിൽ നോർമൽ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഞാൻ ഡ്രോ ചെയ്യുക, കോട്സ് റൈറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഫിസിക്കലി എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് അതും ഫിസിക്കലാണ്, ഇങ്ങനെ ഒരു വലിയ കാർഡ്ബോർഡ് പീസിൽ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ കുറേ വീഡിയോസ് ഈ വെസ്റ്റേൺ ആൾക്കാരുടെ, അതായത് ഫോറിനേഴ്സിൻ്റെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ തോട്ട് ലൈക്ക് വൈ നോട്ട്, നമുക്കും ചെയ്യാമല്ലോ. അങ്ങനെ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഗ്ലൂ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വിഷൻ ബോർഡിൻ്റെ ലുക്ക് ഇതാണ്. അപ്പം ഞാൻ ബ്ലാങ്ക് സ്പേസ് കുറച്ച് സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ എക്സ്ട്രാ എടുത്ത് വെച്ചിരുന്ന കോട്സ് ഉണ്ടല്ലോ, ആ കോട്സൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ആ ബ്ലാങ്ക് സ്പേസൊക്കെ ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഏകദേശം എൻ്റെ വിഷൻ ബോർഡിൻ്റെ ലുക്ക്. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് എല്ലാവർക്കും 2025 നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റട്ടെ, അതിനുള്ള ഒരു ഊർജ്ജം കിട്ടട്ടെ. അപ്പോൾ നിങ്ങളും വിഷൻ ബോർഡ് ചെയ്യൂ, ഇതുപോലെ ചെയ്ത് നിങ്ങളും മോട്ടിവേറ്റഡ് ആവും. പിന്നെ ഇത് ഞാൻ വെക്കുന്നത് നമ്മളെന്നും കാണുന്നത്, നമുക്ക് എപ്പോഴും വിസിബിളായിട്ടുള്ളൊരു ഏരിയയിലാണ്. ലൈക്ക് അപ്പം ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ ഓഫീസ് സ്പേസ് ഉണ്ട്, ഓഫീസ് ഡെസ്ക് ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ മേലെയാണ് ഇത് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇത് ചെറിയൊരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ഇതല്ലേ, വലിയ വെയിറ്റൊന്നുമില്ല, ജസ്റ്റ് ചാർട്ട് പേപ്പറും പിന്നെ കുറച്ച് പിക്ചേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ 2025 വിഷൻ ബോർഡിൻ്റെ ലുക്ക്. അപ്പോൾ ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.